സാഹചര്യമാണ് കാണാൻ പറ്റുന്നത്. കോഴിക്കോട് നഗരസഭ അത് കോർപ്പറേഷന് മികച്ച ഭരണമായിരുന്നു, ഒരു അഴിമതിയുമില്ല, ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും നടന്നു. സംസ്ഥാന സർക്കാരാണെങ്കിൽ 2016 മുതലെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമാം വിധം കോഴിക്കോട് വികസന പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിച്ചു. പിന്നെ ഈ 9.5 വർഷത്തെ സംസ്ഥാനത്തെ LDFന്റെ ഭരണം പൊതുവെ ജനങ്ങളിൽ സംതൃപ്തിയാണുള്ളതാക്കിയത്. ഇപ്പോൾ ഈ 45 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ 50 വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് LDF തുടർച്ചയായി ഇവിടെ മറ്റൊരാൾക്കും ഇടം കൊടുക്കാതെയുള്ള ഭരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വികസനം തന്നെയായിരിക്കും അതിന് ജനങ്ങൾക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കും. LDF എല്ലാവർക്കും ഇടം കൊടുത്തിട്ടുള്ള ഭരണം, ഒരാൾക്ക് ഇടം കൊടുക്കാതെയല്ല. അങ്ങനെയല്ല പറഞ്ഞത്, മറ്റു മുന്നണികൾക്ക് അല്ലെങ്കിൽ മറ്റ് മുന്നണിയിലെയും സാധാരണ പ്രവർത്തകർക്കൊക്കെ ഇടം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തുഷ്ടരാണ്. ഒട്ടേറെ കാര്യങ്ങളാണ് ഈ കാലയളവിൽ നടത്തിയത്. ഒരു അഴിമതി പോലും ഈ 45 കൊല്ലം LDFനെതിരെ ഇല്ലല്ലോ. UDFന്റെ കൈകളിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? 45 പോയിട്ട് ഒരു 45 മാസം പോലും ഭരിക്കാൻ പറ്റാത്ത നിലയിലാണ് UDF എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പൊതുവെ LDFന്റെ കൈകളിൽ ഭദ്രാണ്. അഴിമതിയില്ല, സുതാര്യതയുണ്ട്, മതസാഹോദര്യം കാത്തു സംരക്ഷിക്കുന്നു, ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം ഇതൊക്കെ വരുന്നു. അതുകൊണ്ടാണ് ഓരോ തവണയും കൂടുതൽ സീറ്റുകൾ അധികം നേടി LDF. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് നഷ്ടപ്പെട്ടു. 13-ൽ 11ആയിരുന്നു. ഇത്തവണ 13 നേടും. 13 LDF നേടും. മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിക്കുകയായിരുന്നു ദൃശ്യ.